ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രോബ്ലം പാർട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ തിയറി പാർട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എല്ലാവരും റെഫർ ചെയ്തതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കാം. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ തിയറി പാർട്ട് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ക്യാഷ് ഫ്ലോൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് 2 മെത്തേഡ്സ് പഠിക്കാനുണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഡയറക്റ്റ് മെത്തേഡും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോർമാറ്റ് അതുപോലെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോർമാറ്റിലേക്ക് കടക്കാം. ഇതാണ് ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഇതിൽ മെയിൻലി ഞാൻ 3 കോളാണുള്ളത്. ഒന്ന് പെർട്ടിക്കുലേഴ്സ് കോളം, 2 എമൗണ്ട് കോളം. അപ്പോൾ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത് നമ്മൾ ആ തിയറി പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്താ വെച്ചാൽ എന്താണ്, ബിസിനസ്സിൽ എപ്പോഴും കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് ആണല്ലോ. അതായത് സെയിൽസ്, പർച്ചേസ്, ഡെപ്റ്റേഴ്സിന് അടുത്തുനിന്ന് പൈസ കിട്ടുക, നമ്മുടെ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കുക, ഇൻകം ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് ബിസിനസ്സിൻ്റെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതുന്നത് ക്യാഷ് ഇൻഫ്ലോ ആണ്. അതാണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് റിസീപ്റ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോസ് ആണ് ഇവിടെ ഉള്ളത്. ക്യാഷ് സെയിൽസ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, കമ്മീഷൻ, ഫീസ് റിസീവ്ഡ്, റോയൽറ്റീസ് റിസീവ്ഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇതൊക്കെ ക്യാഷ് ഇൻഫ്ലോ ആണ്. ഇൻഫ്ലോ മീൻസ് ക്യാഷ് റിസീവ്ഡ്, നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന ആക്ടിവിറ്റീസ്, വരുന്ന ക്യാഷിൻ്റെ മീഡിയംസ് ആണ് ഇതല്ലേ, ക്യാഷ് സെയിൽസ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം ആദ്യം ആഡ് ചെയ്തിട്ട് ഈ 3rd കോളത്തിൽ എഴുതുക. അതാണ് ഇവിടെ കാണുന്നത്. ഇനി നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ്സ് ആണ് എഴുതേണ്ടത്. ക്യാഷ് പേയ്മെൻറ്റ്സിൽ വരുന്നത് ഞാൻ പറഞ്ഞു, ക്യാഷ് പർച്ചേസ്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ ക്യാഷ് പേയ്മെൻറ്റ്സിൽ വരുന്നതാണ്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നെറ്റ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ എന്നുള്ള ഹെഡ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളിവിടെ A, B എന്നുള്ള 2 ആൽഫബറ്റിക് ഓർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് A, B എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു C എന്ന് പറയുന്ന ഹെഡ് നമ്മളിവിടെ ആഡ് ചെയ്യുകയാണ്. ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഹെഡ്. അപ്പോൾ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ ഇവിടെ കാണുന്നുണ്ടോ നിങ്ങളും? A മൈനസ് ബി എന്നുള്ള ആ ഒരു ഇക്വേഷനാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ A എന്ന് പറയുന്നത് ക്യാഷ് റിസീപ്റ്റ്സ് ആണ്, B എന്ന് പറയുന്നത് ക്യാഷ് പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ 2 ഇവിടെ 2 എമൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്തിട്ടുള്ള ഈ എമൗണ്ട് ആണ് എന്ത്, ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കൊണ്ടായില്ല. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഇൻകം ടാക്സ് പെയ്ഡ്, അതുപോലെ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. ആ ഒരു ഹെഡ് ക്വസ്റ്റ്യൻസിലൊന്നും കാണാറില്ല, പക്ഷേ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ലെസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയല്ലോ, ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ നമുക്ക് കിട്ടി. ഇനി ഇൻകം ടാക്സ് പെയ്ഡൊക്കെ ക്വസ്റ്റ്യനിലുണ്ടാവും, അത് നമ്മൾ 3rd കോളത്തിൽ എഴുതുക. എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ 3rd കോളത്തിൽ എഴുതുക. അതിനുശേഷം ഇതിൽ നിന്ന് ഈ എമൗണ്ട്സ് ഒക്കെ മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇത് ചിലപ്പോൾ നെഗറ്റീവ് വാല്യൂ ആവാം, അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ തന്നെ ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തു. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പം പറഞ്ഞത്. ഇനി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ എന്താണ് എഴുതേണ്ടത്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെയാണ്. ആദ്യം ഇൻഫ്ലോസ് എഴുതുക, അതിനുശേഷം ഔട്ട്ഫ്ലോസ് എഴുതുക. ഇൻഫ്ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നതാണല്ലോ. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ത്രൂ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നത് ഒന്ന് ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുമ്പം, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്. നെക്സ്റ്റ് നമുക്ക് കാണാം പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഞാനിവിടെ ബ്രാക്കറ്റ്സിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണ്, അത് ഔട്ട്ഫ്ലോ ആണ്. നമ്മളിവിടെ ക്യാഷ് പേയ്മെൻറ്റ്, ക്യാഷ് റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ തന്നെ ബ്രാക്കറ്റ്സിൽ കാണിച്ചാലും മതി. ബ്രാക്കറ്റ്സിൽ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് നെഗറ്റീവ് വാല്യൂ അല്ല, അത് ഔട്ട്ഫ്ലോ, ബിസിനസ്സിൻ്റെ ഔട്ട്ഫ്ലോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബ്രാക്കറ്റ്സിൽ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഔട്ട് ഫ്ലോ എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കാണ്ട് ഇവിടെ എമൗണ്ട് കോളത്തിൽ എന്ത് ചെയ്തു, ബ്രാക്കറ്റ്സ് ഇട്ടു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഔട്ട് ഫ്ലോ ആണെന്നുള്ളത്. അപ്പം പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റിന് ശേഷം ഇത് അതിൻ്റെ കണ്ടിന്യൂഷൻ പേജാണ്. അതിൽ നെക്സ്റ്റ് പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതും ഞാനിവിടെ ബ്രാക്കറ്റ്സിലാണ് ഇട്ടിട്ടുള്ളത്, കാരണം അത് ഔട്ട് ഫ്ലോ ആണ്, ബിസിനസ്സിന് ക്യാഷ് പോകുന്ന ഒരു ഐറ്റമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റ്സിലിട്ടത്. അപ്പോൾ അതിൽ നിന്ന് അത് മൈനസ് ചെയ്യുക. ഏതിൽ നിന്ന്? ഈ പറയുന്ന ക്യാഷ് ഇൻഫ്ലോയിൽ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലുണ്ടായ ക്യാഷ് ഇൻഫ്ലോസിൽ നിന്ന് ഈ പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റും അതുപോലെ ഈ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ മൈനസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസറാണ് നെറ്റ് ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അതിനുശേഷം നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന് പറഞ്ഞു, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിന് പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റീസാണ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസും സെയിം പ്രൊസീജിയർ തന്നെ. ഫസ്റ്റ് ഇൻഫ്ലോസ് എഴുതുക. ഇൻഫ്ലോസ് എന്ന് പറയുന്നത് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ്, അതുപോലെ പ്രൊസീഡ്സ് ഫ്രം ഡിബെഞ്ചേഴ്സ് ആൻഡ് ലോങ് ടേം ബോറോയിങ്സ്. ഇവിടെ 4 പോയിൻറ്റ്സ് ഞാൻ ബ്രാക്കറ്റ്സിലിട്ടത് എന്താണ്? ഔട്ട് ഫ്ലോ ആണ്. റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടേം ബോറോയിങ്സ്, റിഡംഷൻ ഓഫ് ഷെയർസ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിവിഡൻഡ് പെയ്ഡ് ഒക്കെ എന്താണ്? ബിസിനസ്സിൽ നമുക്ക് പുറത്ത് ഔട്ട് ഫ്ലോ ആണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റ്സിലിട്ടത്. അല്ലെങ്കിൽ നമുക്കിവിടെ ഔട്ട് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഒരു ഫോർമൽ രീതിയിൽ എന്നുള്ള രീതിയിൽ ഞാൻ ബ്രാക്കറ്റ്സിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെറ്റ് ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ചെയ്യുന്നത്? നെറ്റ് ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഈ പറയുന്ന 2 ഇൻഫ്ലോസ് 4 ഔട്ട് ഫ്ലോസും മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് എന്ത്? നെറ്റ് ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ഈക്വലൻസ് എന്നുള്ള ഹെഡ് ഇവിടെ കാണുന്നുണ്ട്. ഇതെങ്ങനെയാണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അതുപോലെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി, ഈ 3 ആക്ടിവിറ്റീസും മൈനസ്, അതായത് ഇവിടെ മൈനസ് ഫിഗേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ഏതിലായാലും നമുക്ക് മൈനസ് ഫിഗർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് വെച്ചാൽ നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്, നമുക്കറിയാം. അപ്പോൾ ചിലപ്പം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവ് വാല്യൂ ആവാം, അതുപോലെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നെഗറ്റീവ് വാല്യൂ ആവാം. അപ്പോൾ വാല്യൂസിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അത് പ്രോബ്ലം വരുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ക്യാഷ് ഈക്വലൻസ് അറ്റ് ബിഗിനിങ് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിങ് കിട്ടി. അപ്പോൾ ക്ലോസിങ് ചിലപ്പോൾ ക്വസ്റ്റ്യനിലുണ്ടാവും. അപ്പോൾ ഇതും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സെയിം ആൻസർ കിട്ടും. അതാണ് സംഭവം. ഇത്രയാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡയറക്റ്റ് മെത്തേഡിൽ വരുന്ന ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ഫോർമാറ്റ് മനസ്സിലാക്കി. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ക്വസ്റ്റ്യൻ. From the following summary of cash account of X Limited, prepare a cash flow statement for the year ended 31/3/20 using direct method. അപ്പം ഇവിടെ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് എന്നിട്ടുണ്ട് 500, ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് 3000, റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് 28,000, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് 1000, പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് 20,000, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് 2,000, ഓവർഹെഡ് എക്സ്പെൻസ് 2,000, വേജസ്, ടാക്സേഷൻ, ഡിവിഡൻഡ് പെയ്ഡ്, റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ലോണ്, ബാലൻസ് ഓഫ് മാർച്ച് 31. ഇത് ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ടേബിൾ വരക്കാം. പെർട്ടിക്കുലേഴ്സ് കോളം, 2 എമൗണ്ട് കോളാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അതിൽ ഇൻഫ്ലോസ് വരുന്നത് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആണല്ലേ. ഇവിടെ കാണാം നമുക്ക് റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ്. ഇവിടെ നമുക്ക് കാണാം റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് 28,000 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 28,000 എഴുതി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അതിൽ വരുന്നത് പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്, ഓവർഹെഡ് എക്സ്പെൻസ്, വേജസ്, സാലറി ഒക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്ന ഔട്ട്ഫ്ലോസ് ആണ്. അപ്പോൾ ആ എമൗണ്ട്സൊക്കെ നമ്മളിവിടെ എഴുതി. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് 28,000 ഈ 23,000 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്നത് 5,000 ആണ്.
ആ 5000 കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതാണ് എന്തെന്ന് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്ന ഹെഡിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ ഇൻകം ടാക്സ് ലെസ് ചെയ്യണം, ഇൻകം ടാക്സ് പെയ്ഡ് ലെസ് ചെയ്യണം. അത് വരുന്നത് 2500 ആണ് ഇൻകം ടാക്സ് പെയ്ഡ്. അപ്പോൾ 5000 2500 മൈനസ് ചെയ്ത് 2500 ആൻസർ വരും. അതിനുശേഷം അതാണ് ഈ 2500 ആണ് നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അപ്പോൾ അതിനുശേഷം ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ ഓപ്പറേറ്റിംഗ് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമ്മൾ ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഹെഡാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്നത് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. അത് ഇൻഫ്ലോ ആണ്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഇൻഫ്ലോ ആണ്. അപ്പോൾ അത് എഴുതി. അപ്പോൾ അതിന് ശേഷം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലോ ആയതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ്സിൽ എഴുതിയിട്ടില്ല. പക്ഷേ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ബ്രാക്കറ്റ്സിൽ എഴുതിയതിൻ്റെ കാരണം അത് ഔട്ട്ഫ്ലോ ആയതുകൊണ്ടാണ്. അപ്പോൾ അത് ലെസ് ചെയ്ത് നമുക്ക് 1000 കിട്ടി. ഓക്കെ, കാരണം ഇവിടെ ഞാൻ ബ്രാക്കറ്റ്സിലാണ് ഇട്ടത്, കാരണം 2000 ആണ് കൂടുതൽ അല്ലേ, 2000 ആണ് കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് ഫിഗർ അതായത് ബ്രാക്കറ്റ്സിലിട്ടത്. നെക്സ്റ്റ് വൺ പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നത് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ഡിവിഡൻഡ് പെയ്ഡ്, പേയ്മെൻറ്റ് ടു ബാങ്ക് ലോൺ. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫ്ലോ ആണ്. ഡിവിഡൻഡ് പെയ്ഡ്, ബാങ്ക് ലോൺ പെയ്ഡ്, അതൊക്കെ എന്താണ്, ഔട്ട്ഫ്ലോസ് ആണ്. അപ്പോൾ അതെല്ലാം ഞാൻ ബ്രാക്കറ്റ്സിൽ ഇട്ടിട്ടുണ്ട്, 500ഉം 3000ഉം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം എഴുതി കഴിഞ്ഞു. 3000ഉം 500ഉം 3000ഉം. അപ്പോൾ 3000 എന്ന് ഫസ്റ്റ് 500 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2500 ആണ്. അതിൽ നിന്ന് നമ്മൾ അഗെയിൻ 3000 മൈനസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് -500 ആണ് വരുന്നത്. ആ -500 ഞാനിവിടെ എന്താണ് ഈ നെറ്റ് ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് 300 ഇവിടെ കാണിച്ചു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ്. അപ്പോൾ നെറ്റ് ഇൻക്രീസ് എങ്ങനെയാണ് ചെയ്യുന്നത്, 1 - 2 - 3. 1 ഞാനിവിടെ 1 കൊടുത്തിട്ടുണ്ട്, 2 3. 1 എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്, 2 എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്, 3 എന്ന് പറയുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് 1 - 2 - 3. അപ്പോൾ 2500 - 1000 - 500. അപ്പോൾ നമുക്ക് വരുന്നത് 1000 ആണ്. ആ 1000 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് നമ്മളിവിടെ കാണിക്കണം. ഇതാണ് 500 ആണ് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഇതാ ഇവിടെ 1000ഉം ഈ 500ഉം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1500 കിട്ടി. ഈ 1500 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ, ക്ലോസിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ കാണാം 1500. അപ്പോൾ സെയിം ആൻസർ തന്നെ നമുക്കിവിടെ കിട്ടി, ക്ലോസിങ്ങിൽ കിട്ടി. ഇവിടെ ക്ലോസിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഇതാണ് ഈ ക്ലോസിംഗ് ആണ് 1500.